ഹായ് ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് ഒരു വാനില കേക്കിൻ്റെ വിശേഷമാണ് കേട്ടോ. ഇത് വന്നിട്ട് പള്ളിക്ക് നിന്ന് സുമി തന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് സുമീയുടെ സഹോദരൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം കേക്ക് വാനില കേക്ക് മതിയിട്ട, പക്ഷേ അതിൻ്റെ മുകളിൽ 4 എന്ന് എഴുതി ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മോഡലിനകത്തൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും മോഡലൊന്നും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ എന്തോ അത്രയും ഒരു ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രൗൺ കളർ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടിയൊരു ചന്ദന കളർ, എന്താണ് ക്രീം കളർ, ആ ഒരു കളറാണ് കേട്ടോ. അപ്പം ബ്രൗൺ കളറാണ് കൊടുത്തത് കേട്ടോ. ബ്രൗൺ കളർ കൊടുത്തപ്പോഴാണ് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടിയത്. അതിലാണ് ഫിനിഷ് ചെയ്തത്. എന്നിട്ട് മുകളിൽ ഒരു ഗ്രീൻ കൊടുത്ത് നമ്മൾ 4 ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളർ എൽസയുടെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി ബ്ലൂ കളറിലോട്ട് നമ്മൾ യെല്ലോ കളർ ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ഒരു ഗ്രീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഫ്ലവർ വരേണ്ടത് ഒരു പീച്ച് കളറായിരുന്നു മോൻ്റെ ഷർട്ട്. അപ്പോൾ ആ ഒരു കളറിൽ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡ് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു പീച്ച് കളർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞൊരു പൈപ്പും ബാഗിലിട്ടിട്ട് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചുമ്മാ കുത്തിയിട്ട് കണക്ക് നമ്മളൊരു ഫ്ലവർ കണക്ക് പില്ലിൻ്റെ മേഖലയിൽ വേറൊരു കളർ വരുമ്പോൾ ഒരു ഫ്ലവർ കണക്ക് തോന്നുമല്ലോ, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു എന്താണ് നമ്മുടെ കളർ തന്നെ ആ ഒരു സെൻറ്ററിലായിട്ട് ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു പൂ പോലെയൊക്കെ തോന്നി. ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. എങ്ങനെയുണ്ട്? അങ്ങനെ പിന്നെ എനിക്കില്ല, അടിയിലൊക്കെ ഒന്ന് വെറുതെ കിടന്നതുകൊണ്ട് കേക്കിന് ക്രീം ഒരുപാട് ബാക്കി വന്നതുകൊണ്ട് പിന്നെ ഞാൻ അടിയിലും കൂടെയൊക്കെ ഇങ്ങനെ ഒരു ബോർഡർ കണക്കൊക്കെ കൊടുത്തിട്ടോ. കൈ നല്ല വേദനയായിരുന്നു, കുറേ നേരം നെക്കി. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്തെടുത്തത്. പ്ലെയിനായിട്ട് ഇങ്ങനെ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് അടിയിലും കൂടെ കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് പേര് ബോർഡിലാണ് എഴുതിയത്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.